ബാബു പട്ടേൽ അഥവാ ബാബു ബജ്രംഗിയുടെ വീഡിയോ കറങ്ങി നടപ്പുണ്ടല്ലോ. ബാബു പട്ടേലിനെ പിന്തുണയ്ക്കുന്ന ഒരൊറ്റ സംഘപരിവാറുകാരനെയും ഞാൻ കണ്ടിട്ടില്ല. ബാബു പട്ടേൽ പറഞ്ഞതിനെ തള്ളിപ്പറയുന്ന ധാരാളം ആളുകളെ കാണുകയും ചെയ്തു. BT ബൽറാം അടക്കം ബാബു പട്ടേലിന്റെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ബാബു പട്ടേലിനെ പോലെ തള്ളിപ്പറയേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. മതേതരവാദികൾ മറന്നുപോയെങ്കിൽ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചു നോക്കാം. 3350 സിഖ് ജീവനുകളാണ് യാതൊരുവിധ കാര്യവുമില്ലാതെ ഡൽഹി തെരുവുകളിൽ പൊലിഞ്ഞു വീണത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 8000 മുതൽ 17000 ഇടയ്ക്കാണ് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ നടത്തിയ ഈ നരഹത്യ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപമാണെന്ന് ഓർക്കണം. 3 ദിവസം സൈന്യത്തെ വിളിക്കാതെ മൗനാനുവാദം നൽകുകയായിരുന്നു ഈ നരനായാട്ടിന്. മൻമോഹൻ സിംഗ് പിൽക്കാലത്ത് അന്ന് ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തെ കൃത്യസമയത്ത് രംഗത്തിറക്കിയിരുന്നുവെങ്കിൽ ഇത്രയും ജീവനുകൾ പൊലിയില്ലായിരുന്നു എന്ന് വിലപിച്ചിട്ടുണ്ട്. കലാപം നടത്തിയവരിൽ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിനെ ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ BJP അധികാരത്തിൽ വരേണ്ടി വന്നു എന്ന് ഓർക്കണം. മറ്റൊരു വ്യക്തിയായ കമൽനാഥിനെതിരായുള്ള കേസ് 2019 ആഭ്യന്തര മന്ത്രാലയം പുനരന്വേഷിച്ച് തുടങ്ങുകയും ചെയ്തു. 3000 സിഖ് ജീവനുകൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പൊലിയുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ചുമതലയുള്ള പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പറഞ്ഞത് എന്തായിരുന്നു? വലിയൊരു ശതമാനം ജനങ്ങളെ സാക്ഷി നിർത്തി യാതൊരു ഉളുപ്പോ ഖേദമോ ഇല്ലാതെ രാജീവ് ഈ കൂട്ടക്കൊലയെ ന്യായീകരിച്ച് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇന്ദിരാഗാന്ധിയെ നാം ഓർക്കണം. എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് ഓർക്കണം. അതിനു പിന്നിൽ ആരാണെന്ന് ഓർക്കണം. ഇന്ദിരാജി മരിച്ചപ്പോൾ ഇവിടെ ചിലയിടങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായി. ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം ക്രൂരരായിരുന്നു എന്ന് അപ്പോൾ നമുക്കറിയാം. കുറച്ചു ദിവസങ്ങൾ ഇന്ത്യ കുലുങ്ങുകയാണെന്ന് ജനങ്ങൾ വിചാരിച്ചു. എന്തായാലും വലിയൊരു വൃക്ഷം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും. 2019 മുതിർന്ന അഭിഭാഷകനായിരുന്ന SH ഫുൽക്ക സിംഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം വന്നത് രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് വെളിപ്പെടുത്തി. ബാബു പട്ടേലിനെ കുറ്റം പറയുന്ന അതേ അളവിൽ അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധിയും കുറ്റം പറയേണ്ടതല്ലേ? ബാബു പട്ടേലിന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അധികാരമോ ബാധ്യതയോ ഇല്ല. രാജീവ് ഗാന്ധിക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധിയും തള്ളിപ്പറയേണ്ടതല്ലേ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപത്തിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെ വിജയമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി നേടിയ ഏറ്റവും വലിയ ഉയർന്ന സീറ്റ്. ഗോതാന്തര കലാപങ്ങളിൽ മോദിക്ക് നേരെ ഉയർത്തുന്ന സകല ആരോപണങ്ങളും സത്യത്തിൽ രാജീവ് ഗാന്ധിക്കാണ് ചേരുക. ഇന്ത്യയുടെ മനസ്സിൽ ആത്മാവിൽ എന്നും നോവായി ഉണ്ടാകേണ്ട വാക്കുകളാണ് 10000-ലേറെ സിഖ് ജീവൻ പൊലിഞ്ഞപ്പോൾ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ രാജ്യം നാണിച്ച് തല കുനിക്കേണ്ട ഒന്ന്. എത്ര നിരപരാധികളായ മനുഷ്യജീവനെ കൊന്നുകളഞ്ഞതിനെയാണ് ഇങ്ങനെ ലഘൂകരിച്ചിരിക്കുന്നതെന്ന് നോക്കൂ.